നമഃ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, നമുക്കെല്ലാവർക്കും ധനം അത്യാവശ്യമാണ്. സാമ്പത്തികം, എല്ലാവരും കഷ്ടപ്പെടുന്നതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബത്തിന് സന്തോഷം വരുവാൻ, നല്ല രീതിയിൽ ജീവിക്കുവാൻ. ഇതിനൊക്കെ അത്യാവശ്യം ധനം തന്നെയാണ്. രാവിലെ സൂര്യോദയം വരെ തൊട്ട് വൈകിട്ട് സൂര്യാസ്തമനം കഴിഞ്ഞാലും നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും നിന്ന് ധനം സമ്പാദിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മുടെ പുരാണ കാലങ്ങളിൽ സിദ്ധ മഹാമുനി ഋഷിമാരൊക്കെ അതിനുള്ള പോംവഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വകവയ്ക്കാതെ അതൊക്കെ മറന്നു. കാരണം നമ്മുടെ പരമ്പരകൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ സംസ്കാരം, സനാതനധർമ്മത്തിൻ്റെ സംസ്കാരമൊക്കെ നമ്മളെ അന്യാധീനപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നേരെ ചൊവ്വേ അത് ടേക്ക് ഓവർ ചെയ്യാൻ ആളില്ലാതെ, അല്ലെങ്കിൽ അതിന് മനസ്സ് വരാതെ നമ്മുടെ രീതികളിൽ വ്യത്യാസം വരുത്തി ആർഭാടങ്ങൾക്ക് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടി ആ സംസ്കാരം ഒരു അന്ധവിശ്വാസം എന്നുള്ള തലത്തിലേക്ക് ചിത്രീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ എന്തായി? നമുക്ക് പൂർവാധികമായിട്ടുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതിനോട് അനുബന്ധിച്ച് കൂടിയേ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ സംസ്കാരങ്ങൾ തന്നെ, അനുഷ്ഠാനങ്ങൾ തന്നെ മതിയായിരുന്നു. അനുഷ്ഠാനങ്ങൾ നമ്മുടെ പുരാണങ്ങളിൽ, അതേപോലെ വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചതുപോലെ നാം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മളിലെല്ലാം വന്നു ചേരും. അതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷേ ആ പുണ്യ പവിത്രമായ സംസ്കാരം നമ്മൾ ആരും ഫോളോ ചെയ്യുന്നില്ല. മറിച്ച് വിദേശീയർ നമ്മുടെ സംസ്കാരത്തിൽ ആകൃഷ്ടമായി അവർ ആ സംസ്കാരം ഏറ്റെടുത്ത് ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നേപ്പാൾ, അസം, അതായത് കാമാഖ്യ അവിടങ്ങളിലൊക്കെ വന്നു ഇസ്കോണൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എത്ര റിച്ച് ലെവലിലാണ് അവർ പൂജ ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് അവർ ചെയ്യുന്ന അവസ്ഥയാണ്. അവർ ചെയ്യുന്നത് കണ്ടു നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ. അപ്പോൾ ഇന്നത്തെ വിഷയം ധനം, വെൽത്ത്, അത് നമുക്ക് എങ്ങനെ നമ്മുടെ വശ്യമാക്കാം. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ധനം വരത്തില്ല. പക്ഷേ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ ഈ പറയുന്ന അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തും. വാട്ട് യു ഡ്രീം ഫോർ. ഇപ്പോൾ സാധന എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ്സ് ആൻ ഫോളോയിങ് എ സ്പെസിഫിക് എനർജി കോൾഡ് സാധന. ഉപാസന എന്ന് പറഞ്ഞാൽ ഫോളോയിങ് ആൻഡ്, അതായത് നമ്മുടെ ആ ഒരു സ്പെസിഫിക് ഐഡിയലിലേക്ക്, അതായത് ഒരു പ്രത്യേക ബിംബങ്ങളിലേക്ക് നമ്മൾ ആ എനർജിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ശക്തിപ്പെടുത്തുക, ആരാധിക്കുക, ജപിക്കുക, അതിനോട് അത് ശക്തമായും
തീരുക. അതാണ് ഉപാസന എന്ന് പറയുന്നത്, തൊട്ട് മുമ്പിൽ ഇരുന്നുകൊണ്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ധനത്തിൻ്റെ ദേവത ആരാണെന്ന് ചോദിച്ചാൽ നാം പെട്ടെന്ന് പറയുന്ന ആരാ? മഹാലക്ഷ്മി അല്ലെങ്കിൽ കുബേരൻ. പക്ഷേ കഴിഞ്ഞ 2-3 എപ്പിസോഡിൽ ഞാൻ വ്യക്തമായ രീതിയിൽ ഭൈരവ ഉപാസനയെപ്പറ്റി ഞാൻ നിങ്ങളോട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. 64 ഭൈരവരിൽ പ്രാധാന്യമായിട്ടുള്ള അഷ്ടഭൈരവരിൽ രണ്ടാമതായി വരുന്ന ഭാവമാണ് ധനഭൈരവർ, സ്വർണാകർഷണ ഭൈരവർ, ധനാകർഷണ ഭൈരവർ. അത് ധനാകർഷണ ഭൈരവരാണ് കുബേരനും മഹാലക്ഷ്മിക്കും എന്തു കൊടുക്കുന്നത്? ധനം കൊടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ധനം കിട്ടത്തില്ല. അതേപോലെ കുബേരനും. കാരണം ഹെഡ് ഓഫീസ് ഭൈരവൻ സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഗുണം, അതായത് ധനം, വെൽത്ത് എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ സൗഭാഗ്യം വരുള്ളൂ. പക്ഷേ എല്ലാവരും ഇപ്പോൾ മഹാലക്ഷ്മിയിൽ മഹാലക്ഷ്മി മഹാലക്ഷ്മി എന്ന് പറഞ്ഞ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, ഉപാസിക്കുകയാണ്. പക്ഷേ ഒരു ചെറിയൊരു അനക്കമൊന്നല്ലാതെ നമ്മൾ വിചാരിച്ച തലത്തിലേക്ക് എത്തണമെങ്കിൽ ഭൈരവനെ കൂടാതെ എത്താൻ പറ്റില്ല. ഒരു ശിവ ഉപാസകന് അല്ലാതെ ആ ഒരു തലത്തിൽ എത്തുവാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഈ പഞ്ചവ്രതങ്ങൾ, സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചയജ്ഞങ്ങൾ, അതായത് പഞ്ചവ്രതങ്ങൾ. ആദ്യത്തെ വ്രതം എന്ന് പറഞ്ഞാൽ, യജ്ഞം എന്ന് പറഞ്ഞാൽ ദേവയജ്ഞം, ദേവന്മാരെ പരിചരിക്കുക, അതായത് ഉപാസിക്കുക. രണ്ടാമത് നോർമൽ, അതായത് നമ്മൾ അഗ്നിഹോത്രം എന്ന് പറയും, അതായത് ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ആബോധിയജ്ഞം, അതിഥിയജ്ഞം. ഇതഞ്ചും നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് നിത്യ ഉപാസനയിൽ. പക്ഷെ നമ്മളത് ആരും ചെയ്യാറില്ല. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂർത്തി, നമ്മുടെ ഉപാസന. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്നിഹോത്രം ചെയ്യുക. ബ്രഹ്മേതി, അതായത് ഒരു വ്യക്തി രാവിലെ, പണ്ട് കാലങ്ങളിൽ ഒരു വ്യക്തി വീട്ടിൽ ചെയ്യേണ്ട, അവൻ രാവിലെ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ബ്രഹ്മയജ്ഞ, അതായത് നമ്മൾ ഉപാസന ചെയ്യുന്നത്. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ചെറിയ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ചട്ടിയിൽ ഒരു തൊണ്ട് വെച്ചിട്ട് നമ്മൾ നവധാന്യം കൊണ്ട് നമ്മുടെ ഇഷ്ടമൂർത്തിയെ അല്ലെങ്കിൽ ആദി പരാശക്തിയെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടമൂർത്തിയുടെ മന്ത്രം ചൊല്ലി 21 ഹവിസ് ചെയ്യുക, അല്ലെങ്കിൽ 101, സമയമുള്ളവർ 101, സാധാരണ 21 ഊര് നമ്മൾ അതിൽ അഗ്നിയിൽ കൊടുക്കും, നവധാന്യങ്ങൾ. മൂന്നാമതാണ് പിതൃയജ്ഞം, നമ്മൾ തർപ്പണം എല്ലാ ദിവസവും ചെയ്യുക. ബ്രഹ്മോദി, അതായത് ഗോ, വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഗോമാതാവിന് പൂജയുണ്ടായിരുന്നു, ഗോപൂജ. ലാസ്റ്റ് 5-മത്തതാണ് നമ്മൾ അതിഥി. ഏതൊരു അതിഥി വീട്ടിലുണ്ടോ, വീട്ടിൽ വരുന്നു, അവർക്ക് പൂർണ്ണ ബഹുമാനത്തോടു കൂടി സേവ ചെയ്യുക. അവർക്ക് വേണ്ട അന്നമാണെങ്കിലും, അവർ ചിലപ്പോൾ രണ്ട് ദിവസം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സേവനം ചെയ്യുക.
അപ്പോൾ ഈ 5 ഉപാധികൾ കാഷ്വലായിട്ട് ഞാൻ പറയാം. ആദ്യത്തേത് നിങ്ങൾ ഉപാസനാമൂർത്തി ജപം, ഉപാസനകൾ പഞ്ചോപചാരം ചെയ്യുക. രണ്ടാമത് അഗ്നിഹോത്രം. മൂന്നാമത് തർപ്പണം, മരിച്ച നമ്മുടെ പിതൃക്കൾ, അമ്മ വഴിയുള്ള പിതൃക്കളെ, അച്ഛൻ വഴിയുള്ള പിതൃക്കളെ ഉള്ള നമ്മുടെ കർമ്മം. പിന്നെയാണ് നമ്മുടെ ഗോക്കളെ, ഗോപൂജ. ഇപ്പോൾ ഗോപൂജ ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും വളർത്ത് മൃഗമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കെയർ ചെയ്യുക. ലാസ്റ്റാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന അതിഥികൾ വരികയാണെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള കുറവുകൾ വരുത്താതെ ബഹുമാനപൂർവ്വം അവരെങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് അവർക്ക് നല്ല രീതിയിൽ ബഹുമാനപൂർവ്വമായിട്ടുള്ള കെയറിങ് കൊടുക്കുക. ഇത് സനാതനധർമ്മത്തിന് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ദിവസവും അതിഥികൾ വരണമല്ല, ബാക്കിയുള്ള 4 നമ്മൾ ചെയ്തേ വെക്കുള്ളൂ. ഇതേ കൺസെപ്റ്റാണ് മുസ്ലിം കൺസെപ്റ്റ്. 5 നേരം നിസ്കാരം, ക്രിസ്ത്യാനികൾക്ക് 5 മെഴുകുതിരി വെക്കുക, യഹൂദികൾ അവിടെ ബുദ്ധ കൺസെപ്റ്റ് ആകുമ്പോൾ 5 തിരികൾ വയ്ക്കുക. എല്ലാം 5ൻ്റെ കളിയാണ് അല്ലേ? ആ നമ്മുടെ പവിത്രമായിട്ടുള്ള സനാതനധർമ്മത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഈ 5 എന്നുള്ള കൺസെപ്റ്റ്. പക്ഷെ അവരെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഞായറാഴ്ച എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയി 5 മെഴുകുതിരി കത്തിക്കുന്നു. മുസ്ലിംസ് ആണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എന്നുള്ള രീതിയിലല്ലാതെ തന്നെ വെള്ളിയാഴ്ച പ്രാധാന്യമുണ്ട്, ബാക്കിയുള്ള ദിവസമാണെങ്കിൽ അവർ 5 നേരം നിസ്കരിക്കുന്നു. യഹൂദികളാണെങ്കിലും ജൈൻ മതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും എല്ലാം 5 എന്നുള്ള തലം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് പോയതെല്ലാം, മീൻസ് കോപ്പിറൈറ്റ് ചെയ്തതെല്ലാം അവർ നല്ല രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. പക്ഷെ നമ്മൾക്കത് ഇപ്പോഴും അന്യമായിട്ട് കിടക്കുന്നു. ഇത് നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. പിതൃക്കളെ നമുക്ക് തർപ്പണം വീട്ടിൽ ചെയ്യാം, അതിന് സമയമൊന്നും അങ്ങനെ ആവത്തില്ല. നമ്മുടെ പെറ്റ്സ്, ഗോമാതാവാണ് പ്രാധാന്യം എങ്കിലും നമ്മുടെ ഏതാണോ പെറ്റ്സ് അതിനെ കെയർ ചെയ്യുക. ഇപ്പോൾ ഭൈരവനായിരിക്കാം, നായ്ക്കളായിരിക്കാം. ഭൈരവന് ഏറ്റവും ഇഷ്ടമുള്ള നായ്ക്കൾ, അവർക്ക് സേവ ചെയ്യാം, കെയർ ചെയ്യാം. കുറച്ച് നേരെ എടുക്കുകയുള്ളൂ അഗ്നിഹോത്രം ചെയ്യാൻ. 21 നമ്മൾ നവധാന്യം അഗ്നിയിൽ സമർപ്പിക്കുന്നതിന് സമയമുണ്ടാകും, എടുക്കത്തില്ല. ഉപാസനകൾ, ഇപ്പോൾ അതിൽ നമുക്ക് പഞ്ചോപചാരം ചെയ്യില്ലാത്തെങ്കിൽ ജപം ചെയ്യാം. നമുക്ക് കൂടി വന്നാൽ ഒരു മണിക്കൂർ സമയം എടുക്കുകയുള്ളൂ ഇതിനൊക്കെ. പെറ്റ്സിന് നമുക്ക് സമയം വരത്തില്ല. ബാക്കി 3 ചെയ്യാൻ നമുക്ക് ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാം. ഇത് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ നിത്യകർമ്മങ്ങൾ ചെയ്തു തുടങ്ങുക. ഇപ്പോൾ ജോലിക്കാണെങ്കിൽ ജോലിക്ക് പോവുക, ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ചെയ്യുക. ജപം ചെയ്യേണ്ടത് മന്ത്രം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഓം ഭൈരവായ നമഃ. 3 മാല ഒരു ദിവസം ജപിക്കുക. അഗ്നിഹോത്രം ചെയ്യുക, ഓം ഭൈരവായ നമഃ. ആ മന്ത്രം വെച്ച് തന്നെ നമ്മൾ നവധാന്യം അഗ്നിഹോത്രം ചെയ്താൽ മതി. പിതൃക്കളെ, ഭൈരവനെ സാക്ഷിയാക്കി നമ്മൾ അമ്മ വഴിയുള്ള പിതൃക്കളെ സ്മരിക്കുന്നു, അച്ഛൻ വഴിയുള്ള പിതൃക്കളെ സ്മരിച്ച് നമ്മൾ തർപ്പണം ചെയ്യുക. തർപ്പണം ചെയ്യുക സിമ്പിളാണ്, ഞാൻ കാഷ്വലി പറയാം. കുറച്ച് അരിമണികൾ എടുക്കുക, ഒരു കോയിൻ, ഒരു 5 ദർഭ, ഒരു തട്ടം, അതായത് ഒരു പ്ലേറ്റ്, സ്റ്റീലാകാൻ പാടില്ല, ബ്രാസ്. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് ജലം, ശുദ്ധമായ ജലം. ആദ്യം വലത്തെ കയ്യിൽ 1 രൂപ നാണയം വയ്ക്കുക. അതിൽ കുറച്ച് അരി, കുറച്ച് ജലം അതിലൊഴിക്കുക. എന്നിട്ട് സിദ്ധിയും വൃദ്ധിയും
ഭാര്യമാരായിട്ടുള്ള ശക്തിയായിട്ടുള്ള ഗണപതിയെ സ്തുതിക്കുക. അതായത് എൻ്റെ അച്ഛൻ വഴിയുള്ള പിതൃക്കളെയും, ആദ്യം അമ്മ വഴിയുള്ള പിതൃക്കളും അതേപോലെ അച്ഛൻ വഴിയുള്ള പിതൃക്കൾക്കും ഭഗവാൻ ഗണപതിയുടെ സാക്ഷിയായി നിർത്തി അവർക്ക് ഉത്തരോത്തര മോക്ഷം ലഭിക്കണം, അതിനുവേണ്ടി ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ വെള്ളം നേരെ ഒഴിക്കുക. അതായത് ഇവിടെ നിന്ന് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ഇത് നേരെ തട്ടത്തിൽ വീഴുന്ന രീതിയിൽ ഒഴിക്കുക. ഈ അരിയുടെ കൂടെ കുറച്ച് എള്ള് കൂടി വേണം. കാരണം നമ്മൾ ഗണപതിക്ക് കൊടുക്കുമ്പോൾ അരി മാത്രം മതി, കുറച്ച് മതി അരി. എന്നിട്ട് ആ കോയിൻ അരിയും പ്ലേറ്റിൽ വീണു. ആ കോയിൻ എടുക്കുക, പിന്നെയും കയ്യിൽ വയ്ക്കുക, കുറച്ച് അരിമണി ഇടുക, കുറച്ച് എള്ളിടുക, ആ 5 ദർഭയും കൂടി വയ്ക്കുക. ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് അമ്മയെ വഴിയുള്ള പിതൃക്കളെ സ്മരിക്കുക. അതാരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ കാലത്ത് അമ്മയുടെ അമ്മ മാത്രമേ അറിയാതിരിക്കുള്ളൂ. ബാക്കിയുള്ള പിതൃക്കളെ ഒന്നും പേര് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ പണ്ടൊക്കെ 5 തലമുറയുടെ പേര് നമുക്ക് അറിയണമുണ്ടായിരുന്നു. കാരണം ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് കർമ്മി, അതായത് പൂജാരി നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ ഗോത്രം, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ പിതൃക്കളുടെ 5 തലമുറയുടെ പേര്, അമ്മ വഴിയുള്ള 5 തലമുറയുടെ പേര് പറഞ്ഞാൽ മാത്രമേ ആ കർമ്മം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് സ്വന്തമായ പേരും നക്ഷത്രവും മാത്രം മതി. ഗോത്രമോ നമ്മുടെ മുത്തച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ മുതുമുത്തച്ഛൻ്റെ പേരോ ഒന്നും ഇന്നെല്ലാം ഇൻസ്റ്റൻ്റായിപ്പോയി. അപ്പോൾ നാം ചെയ്യേണ്ട 1 രൂപ കോയിൻ വയ്ക്കുക, അരിമണി ഇടുക, കുറച്ച് എള്ളു ഇടുക, ദർഭ അത് നാം ഇങ്ങനെ തള്ളവിരലിങ്ങനെ അതായത് ഒരു ചൂണ്ടുവിരലിൻ്റെ അത്രയും നീളം മതി ദർഭയ്ക്ക്. അങ്ങനെ 5 ദർഭ നമ്മളിങ്ങനെ വെച്ചിട്ട് അമ്മ വഴിയുള്ള പിതൃക്കളെ, അതായത് അമ്മയും അമ്മയുടെ, ഇപ്പോൾ അമ്മ മരിച്ചെങ്കിൽ അമ്മയെ, അല്ലെങ്കിൽ അമ്മയുടെ അമ്മ തൊട്ട് അങ്ങോട്ടുള്ള പിതൃക്കളെ സ്മരിക്കുക. അതായത് ഞാൻ എന്നുള്ളൊരു വ്യക്തി, ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ഞാൻ, നിങ്ങളുടെ അനുഗ്രഹം എൻ്റെയും എൻ്റെ കുടുംബത്തേക്കും എപ്പോഴും വേണം എന്ന് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് നമ്മൾ എന്തു ചെയ്യും, ഈ പറയുന്ന ജലം ഇതിലേ കൂടി എടുത്തിട്ട് ഈ തള്ളവിരലിൽ കൂടി ആ പ്ലേറ്റിൽ വീഴുന്ന രീതിയിൽ ഫുൾ ഒഴിക്കുക. അപ്പോൾ ഈ ദർഭയും അതേപോലെ അരിമണി കോയിൻ സഹിതം താഴെ വീഴുന്ന രീതിയിൽ, പ്ലേറ്റിൽ വീഴുന്ന രീതിയിൽ എടുക്കുക. പിന്നെ ആ കോയിൻ എടുക്കുക, വയ്ക്കുക, നേരത്തെ ചെയ്ത പോലെ അരിമണി ഇടുക, കുറച്ച് എള്ള് ഇടുക, ഈ ദർഭ വയ്ക്കുക. അച്ഛൻ വഴിയുള്ള പിതൃക്കളെ ഞാൻ നേരത്തെ അമ്മ വഴിയുള്ള പിതൃക്കളെ സ്മരിക്കാൻ അതേ സങ്കല്പം തന്നെ നമ്മൾ അച്ഛൻ വഴിയുള്ള പിതൃക്കളെയും സ്മരിക്കുക. അതായത് ഞാൻ ഇന്ന പേര്, ഇന്ന നക്ഷത്രം, നിങ്ങളുടെ ഇന്നത്തെ തലമുറയിലെ ഇന്ന കുടുംബത്തിൻ്റെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സന്താനമായിട്ട് ഞാൻ നിങ്ങളെ സ്മരിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളെപ്പോഴും വേണം, നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും നമ്മൾക്ക് അനുഗ്രഹമാകുന്ന രീതിയിൽ സങ്കല്പം ചെയ്യുക. അതേപോലെ ഈ ജലം നമ്മൾ ഈ വഴി ഇടും. എന്നിട്ട് വീഴേണ്ടത് ഈ തള്ളവിരലിൻ്റെ മേളിൽ കൂടി ആ തട്ടത്തിൽ വീഴുന്ന രീതിയിൽ വേണം. എന്നിട്ട് കൈ കുടയുക, ജലം ഒന്നുകൂടി ഒഴിച്ച് നല്ലോണം കഴുകിയിട്ട് നമ്മൾ ഈ 2 കൈ ആ തട്ടത്തിലെ ജലത്തിൽ തട്ടി 3 പ്രാവശ്യം നമ്മുടെ തലയിൽ തളിക്കുക. എന്നിട്ട് മുറ്റത്ത് ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുക. ആ കോയിൻ നമുക്ക് മാറ്റി വയ്ക്കാം, അത് നാളെ നമുക്ക് ഉപയോഗിക്കാം. ഇതിന് കൂടി വന്നാൽ ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ. ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യുക. ഭൈരവനെ സങ്കല്പിച്ച് നമ്മൾ ജപിക്കുക. ഓം ഭൈരവായ നമഃ എന്ന മന്ത്രം ജപിക്കുക. മാലയിൽ അഗ്നിഹോത്രം അതേപോലെ ഓം ഭൈരവായ നമഃ എന്ന് 21 പ്രാവശ്യം നമ്മൾ അഗ്നിയിൽ സമർപ്പിക്കുക. നവധാന്യങ്ങൾ അഗ്നിഹോത്രം ചെയ്യുക.
പിന്നെ നമ്മൾ പെറ്റ്സ് അത് നമ്മൾ കാഷ്വലി നമ്മൾ കഴിക്കുമ്പോൾ അവർക്കും കൊടുക്കും, അവർക്ക് നല്ല സ്നേഹം കൊടുക്കും. കുറച്ച് നേരം അവരുടെ കൂടെ, ഇപ്പോൾ ഭൈരവരാണെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വൈബ് ഒന്ന് വേറെ തന്നെയാണ് ഭൈരവനെ സങ്കല്പിച്ചിട്ട്. പിന്നെ അതിഥികൾ നമ്മൾ ആഴ്ചയിലോ ആണെങ്കിലും കുഴപ്പമില്ല, അവർ വരുമ്പോൾ ഇപ്പോൾ കുറച്ച് നേരത്തേക്കാണ് അതിഥി വരുന്നുവെങ്കിലും അവരെ മാന്യമായിട്ട് സന്തോഷത്തോടെ വരവേൽക്കുക. പോകുമ്പോഴും സന്തോഷത്തോടെ. ചിലപ്പോൾ അവൻ നമ്മുടെ ശത്രു ആയിരിക്കാം മനസ്സിൽ, പക്ഷെ നമ്മൾ അതൊന്നും കാട്ടണ്ട. ഈ 5 കാര്യങ്ങൾ നമ്മൾ നിത്യമായിട്ട് ചെയ്യാൻ നോക്കുക. അതിഥികൾ വിടുക, ബാക്കിയുള്ള 4 കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ, അതായത് മാജിക് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളുടെ സാമ്പത്തിക നില ഉയർന്നു വരുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് വേർത്ത് ചോര നീരാക്കുന്നതിനും പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള സാമ്പത്തികം വന്നു ചേരും. അതായത് ജോലിയിൽ ചിലപ്പോൾ ഉയർച്ച വരും, ബിസിനസ് ആണെങ്കിൽ ബിസിനസ് പെട്ടെന്ന് ഡെവലപ്പ് ആകും. കാരണം പിതൃക്കളുടെ അനുഗ്രഹമുണ്ട്, ഭൈരവന്മാരുടെ അനുഗ്രഹമുണ്ട്. ഇപ്പോൾ ഗോമാതാവുണ്ടെങ്കിൽ ഉത്തമം, ഗോപൂജ ചെയ്യുക, അവരെ കുളിപ്പിച്ച് നല്ല രീതിയിൽ ചന്ദനവും കുങ്കുമവും വെച്ച് തിലകം ചാർത്തി അവർക്ക് കദളിപ്പഴം കൊടുക്കുക, ആരതി കാട്ടുക. ഇത്രയും മതി, സിമ്പിൾ. എല്ലാ ദിവസവും ചെയ്താൽ, പണ്ടുള്ള കാലങ്ങളിൽ ഈ പഞ്ചയജ്ഞം ചെയ്തതിന് ശേഷമേ കാരണവന്മാർ പുറത്ത് പോവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ സംസ്കാരം സമയമില്ല, എനിക്കതിൽ വിശ്വാസമില്ല. അപ്പോഴത്തെ എന്തായി? പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായി. ഇപ്പോൾ ഭൈരവൻ നമ്മൾ അഗ്നിഹോത്രം ചെയ്താൽ തന്നെ എല്ലാ ദേവീ ദേവതകളുടെ സാന്നിധ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ വരും. കാരണം ഭൈരവനാണ് എല്ലാ ശക്തികൾക്കും കേന്ദ്രബിന്ദുവായിട്ടുള്ളത്. ആദ്യം നമ്മൾ സ്മരിക്കേണ്ടത് ഗണപതിയെയാണ്. അതിനുശേഷം നമ്മൾ എന്തൊരു കർമ്മം നമ്മൾ ചെയ്തോട്ടെ, സിദ്ധിയും വൃദ്ധിയും പത്നിമാരായിട്ടുള്ള ശക്തിയായിട്ടുള്ള ഗണപതിയെ സ്മരിക്കുക. ആത്മീയ ഗുരു ആരാണോ അവരെ സ്മരിക്കുക. പിന്നെ നമ്മൾ അഗ്നിഹോത്രം, ബ്രഹ്മയജ്ഞം. കാരണം ഇപ്പോൾ ഉപാസനയില്ലാത്തവർ ജപം ചെയ്യാം. ഭൈരവൻ നാമത്തിൽ 3 മാല മിനിമം ജപിക്കുക. അതിനുശേഷം അഗ്നിഹോത്രത്തിലേക്ക് കടക്കുക. അതിനുശേഷം പിതൃതർപ്പണത്തിലേക്ക് കടക്കുക. പിന്നെ പെറ്റ്സ്, അത് നമുക്ക് കാഷ്വലി നമ്മൾ റൂട്ടീൻ വൈസ് അവരെപ്പോഴും നമ്മുടെ അടുത്തുണ്ടാവും. അവർ കുറച്ച് നേരം താലോലിക്കുക, നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കുക. എന്നിട്ട് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം പൂർണ്ണമായിട്ട് വന്നിരിക്കും. ഇതാണ് ഭൈരവ സാധനയുടെ മുഖ്യ കാരണം. മഹാലക്ഷ്മിയാണെങ്കിലും കുബേരനാണെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കണമെങ്കിൽ ഭൈരവനെ ഉപാസിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന മൂലമന്ത്രം ഓം ഭൈരവായ നമഃ, ഇത് നമ്മൾ സിദ്ധിയാകും. ഓരോ ദിവസവും അതിൻ്റെ എനർജി കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഇന്നലത്തെ നർമ്മദേശ്വർ ലിംഗം നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ഉപാസിക്കുക. അത് സിമ്പിളാണ്. എല്ലാ ദിവസവും ശുദ്ധജലം കൊണ്ട് നമ്മുടെ വലത്തെ കയ്യിലിട്ട് ശുദ്ധജലം കൊണ്ട് അഭിഷേകം ചെയ്യുക. നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്താൽ മതി. ചെറിയ നർമ്മദേശ്വരമാണ് നമുക്ക് വേണ്ടത്, വലുതൊന്നും വേണ്ട. ഇപ്പം നമ്മൾ സാധാരണ ചെറുതിൽ നിന്ന് വലുതാകണമെന്ന് ആഗ്രഹമുള്ളതിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വലിയ ലിംഗം വാങ്ങിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉപാസിക്കുകയാണെങ്കിൽ കയ്യിൽ നർമ്മദേശ്വരൻ എടുക്കുക, ശുദ്ധജലം കൊണ്ട് നല്ല രീതിയിൽ കയ്യിൽ വെച്ച് തന്നെ താലോലിക്കുക. നമ്മളിങ്ങനെ അവർക്കത് എത്രയാണ് ഇഷ്ടമാണ് നമ്മുടെ കൈ അവർ പതിയുമ്പോൾ. അതിനുശേഷം നല്ല രീതിയിൽ തുടച്ച് ഒരു തട്ടത്തിൽ ചുമന്ന പട്ടിൽ നർമ്മദേശ്വരനെ വെക്കുക. നമ്മൾ പൂവോ കൂവളമോ കൊണ്ട് അത് പുഷ്പം അതിൽ വയ്ക്കുക. പറ്റുമെങ്കിൽ കുറച്ച് കുങ്കുമം ഇടുക. ഭൈരവന് കുങ്കുമമാണ് ഇഷ്ടം. അതിനുശേഷം നമ്മൾ ജപം ചെയ്യുക. നല്ല വൈബായിരിക്കും. നമ്മൾ ധനാകർഷണ യന്ത്രമോ അല്ലെങ്കിൽ കുറേ ഹോമം ചെയ്തോ
സമയം കളയേണ്ട ആവശ്യമില്ല. സമയം മാത്രമല്ല, കാശും കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് നിങ്ങൾ താന്ത്രിക് രീതി സിമ്പിളാണ്, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാം. നല്ല രീതിയിൽ മാറ്റം വന്നിരിക്കും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനും ഉപരി നമ്മളിലെല്ലാം വന്നു ചേരും. പക്ഷെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക. അതിൽ ഉയർച്ച വരും ഇത് ചെയ്താൽ. കാരണം നമുക്ക് നിത്യ റൂട്ടീനിൽ പഞ്ചയജ്ഞം വിധിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ ചെയ്തേ ഒക്കൂ. പക്ഷെ പഞ്ചയജ്ഞം നമ്മൾ കർമ്മം നിത്യരായ എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറയുന്ന മാറ്റങ്ങൾ വിതിൻ ഡേയ്സ് തന്നെ വേണമെങ്കിൽ പറയാം വന്നിരിക്കും. കാരണം അതിൻ്റെ ശക്തി, അതിൻ്റെ താന്ത്രിക ശക്തി വളരെ വളരെ വലുതാണ്. അത് വേറെ രീതിയിൽ കോപ്പി ചെയ്യുമ്പോഴാണ് 5 നേരം നിസ്കാരം, 5 മെഴുകുതിരി, 5 വിളക്ക്, 5 ചന്ദനത്തിരി, അത് ഓരോ മതങ്ങളിൽ അത് വേറിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും 5ൻ്റെ കണക്കാണ് ഉപാസന ദൈവത്തിൽ വന്നു ചേരുന്നത്. നമ്മളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള താന്ത്രിക യജ്ഞമാണ് പഞ്ചയജ്ഞം. ഇത് നമ്മൾ ചെയ്താൽ മതി, കുബേരനും മഹാലക്ഷ്മിയും നമുക്ക് അനുഗ്രഹം തരും. നമുക്ക് സെപ്പറേറ്റ് കുബേരനെ അല്ലെങ്കിൽ സെപ്പറേറ്റ് മഹാലക്ഷ്മിയെ നോക്കേണ്ട ആവശ്യമില്ല. സാക്ഷാൽ ഭൈരവൻ ഈ 2 മൂർത്തികൾക്കും ധനം കൊടുക്കുന്ന ഹെഡ് ഓഫീസിലാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഏറ്റവും നല്ല രീതിയിൽ, കാരണം നിഷ്കളങ്കനാണ് ഭഗവാൻ, പരമേശ്വരൻ, ശിവൻ, ഭോലെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മോൻ്റെ വാത്സല്യമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്. തന്നെ മോനായിട്ട് കരുതും, ഉപാസകനായിട്ടല്ല ഭഗവാൻ എപ്പോഴും കാണുന്നത്. ഭഗവാൻ എപ്പോഴും സ്മരിക്കുമ്പോൾ അപ്പ എന്നേ നമ്മൾ പറയുള്ളൂ, അല്ലേ? വൈക്കത്ത് പോയി ഭഗവാൻ ശിവനെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ഏറ്റുമാനൂർ ചേർന്ന് ശിവനെ ഭഗവാനെ എന്നാരും പ്രാർത്ഥിക്കാറില്ല. ഏറ്റുമാനൂരപ്പ, വൈക്കത്തപ്പ എന്നേ നമ്മൾ പറയാറുള്ളൂ, അല്ലേ? അതാണ് അച്ഛൻ. പക്ഷെ ആ അച്ഛനെ നമ്മൾ സ്മരിക്കുന്നില്ല, അതിനുള്ള സമയം കണ്ടെത്തുന്നില്ല. വൺസ് നമ്മൾ ഭൈരവൻ ഏറ്റവും ഉഗ്രമൂർത്തിയാണെങ്കിലും ഏറ്റവും ശാന്തമായിട്ട് എത്രയും പെട്ടെന്ന് നമ്മളെ പ്രസാദിക്കുന്ന ഭാവമാണ് ഭൈരവൻ. വിളിച്ചാൽ വിളിപ്പുറത്താണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ, അതിൽ അതിഥികൾ നമുക്ക് ആഴ്ചയിലൊരിക്കലൊക്കെ ആണെങ്കിൽ അവർ വന്നത് മുതൽ അവർ പോകുന്നവരെ അവർ സന്തോഷമായിട്ട് തന്നെ വേണം. അതിനൊരു വൈബ്, അതിനൊരു അനുഗ്രഹം അവരിൽ നിന്നും നമ്മളിലുണ്ടാവും. അവരുള്ളിൽ പകവച്ചോട്ടെ, പക്ഷെ ദൈവാധീനം അവരുടെ മനസ്സാക്ഷി നമ്മളെ ഒരിക്കലും ആ എനർജി തരാതിരിക്കില്ല. അപ്പോൾ ഈ സിമ്പിൾ ടെക്നിക്കാണ് വെരി ഹാർഡ് ടെക്നിക്കാണ്. ഇതാരും നിങ്ങളോട് പറയത്തില്ല. പക്ഷേ ഞാനിത് സിമ്പിൾ വേയിലൂടെ നിങ്ങൾക്ക് ഇത് പകർന്നു തരുന്നു. ഇത് ചെയ്യുന്നത് തുടങ്ങി നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ പ്രകടമാവും എല്ലാ രീതിയിലും. ചെറിയൊരു ചട്ടി മതി അഗ്നിഹോത്രം ചെയ്യാൻ. അതിൽ കുറച്ച് മണ്ണ് ഇട്ടുക, ഈ പറയുന്ന തൊണ്ട് കുറച്ച് 21 ഊര് നമ്മൾ ഹവനത്തിൽ ഇടുവാൻ വേണ്ടിയുള്ള ചെറിയ വിറകോ തൊണ്ടോ മതി. എന്നിട്ട് നോക്ക്, നിങ്ങൾക്ക് എല്ലാ രീതിയിലും മാനസിക, ശാരീരിക, സാമ്പത്തിക ഭദ്രത, കുടുംബം ഹാപ്പി ലെവലാവും. കാരണം അഗ്നിഹോത്രം ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ അന്തരീക്ഷത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ നമുക്ക് തന്നെ പ്രകടമാകും. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഈ പഞ്ചയജ്ഞം നമ്മൾ ഒരു ഹാബിറ്റാക്കുക. ഇത് ആണ് നമ്മളുടെ പരമ്പരകൾ. പണ്ട് നമ്മളുടെ കാരണവന്മാർ ചെയ്തുകൊണ്ടിരുന്നത്, സിദ്ധന്മാർ കൽപ്പിക്കുന്നതും ഈ പഞ്ചയജ്ഞത്തെയാണ്. അവരെവിടെ പോയിക്കോട്ടെ, അത് ഒരു ഡെയിലി റൂട്ടീനാണ് അവരുടെ കയ്യിൽ കുറച്ച് കെട്ട് ദർഭയുണ്ടാവും, എള്ളുണ്ടാവും, ഈ പറയുന്ന അരിയുണ്ടാവും, അരിമണി,
ഒരു തട്ടം ഉണ്ടാവും, ജപമാല ഉണ്ടാവും. ചിലവർക്ക് ശൈവ കോൺസെപ്റ്റ് ആണെങ്കിൽ ചെറിയ ലിംഗം ഉണ്ടാവും, ഈ പറയുന്ന നർമ്മദേശ്വർ പോലത്തെ. വൈഷ്ണവരാണെങ്കിൽ സാളഗ്രാമ രീതിയിൽ ചെറിയ സാളഗ്രാമം ഉണ്ടാവും. അവരെവിടെ പോകുന്നോ അവരുടെ റൂട്ടീൻ അവരൊരിക്കലും മുടക്കത്തില്ല. പക്ഷേ ഇന്നതൊക്കെ ഒരു പഴങ്കഥ പോലെ, അല്ലെങ്കിൽ അതൊരു അന്ധവിശ്വാസമാണ്, അതിൽ നിന്നൊന്നും ഉയർച്ചയില്ല. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, ഇല്ലേ? ഇപ്പോൾ മേളിക്കൂടി എയർപ്ലെയിൻ പോകുന്നുണ്ട്, അവിടെ അതിൻ്റെ അകത്ത് എന്തൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, അതിൻ്റെ അകത്ത് നിന്നാൽ എന്തൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് എയറോപ്ലെയിൻ കണ്ടിട്ട് അത് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്തർത്ഥമായിരിക്കുന്നു? അതിൽ കയറി അതിൽ എക്സ്പീരിയൻസ്, ടേക്ക് ഓവറും ലാൻഡ് ഓവറും എല്ലാം ചെയ്യുന്നത്, അതിലെ സർവീസ്, അതൊക്കെ നമ്മൾ കണ്ട് പഠിച്ചാൽ മാത്രമാണ് അത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ താഴെ ഇരുന്ന് മേളിൽ കൂടി എയറോപ്ലെയിൻ പോകുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു എക്സ്പീരിയൻസ് ദ തിയറി ആൻഡ് പ്രാക്ടിക്കൽ. ദെൻ ഓൺലി വി വിൽ ഗെറ്റ് എവറിത്തിങ് വട്ട് എവർ വി ഡ്രീം ഫോർ. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഇതാണ് സത്യം. ഒരു സനാതനി എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട റൂട്ടീനാണ് ഈ പഞ്ചയജ്ഞം. പക്ഷേ അത് ഒരു അമ്പല ദർശനം, ക്ഷേത്ര ദർശനം എന്നുള്ളതിൽ ഒതുങ്ങി. ഈവൻ ദ ക്ഷേത്രം ദർശനത്തിന് വേണ്ടിയിട്ടല്ല, അവിടെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നതെല്ലാം അതും മാറി. ഇപ്പോൾ അവിടെ ചെന്ന് വഴിപാട് ചെയ്യുക, ഭഗവാനോടത്ത് കാര്യങ്ങൾ പറയുക. പക്ഷെ നമ്മൾ ജപിക്കുവാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ, ആ അന്തരീക്ഷം, ആ വൈബ് ഒക്കെ താന്ത്രികമായിട്ട് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും കെയർ ചെയ്യാതെ നേരെ പോയി ദർശനം കഴിഞ്ഞു, ചുറ്റെടുത്തു, പ്രസാദം മേടിച്ചു, പറ്റുമെങ്കിൽ ഒരു പുഷ്പാഞ്ജലിയും ചെയ്തു, ഗോ ഔട്ട്. നമ്മുടെ റൂട്ടീൻ. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ഫലം? നമ്മളൊരു ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ അവിടെ ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കുവാൻ പാകത്തിന് നമ്മളവിടെ ചെന്നില്ലെങ്കിൽ പിന്നെ അവിടെ ക്ഷേത്രത്തിൽ നമ്മൾ കയറേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഫലവും ഉണ്ടാവില്ല. ക്ഷേത്രത്തിൽ പോയിട്ട് മൂർത്തിയെ കണ്ട് ചുറ്റി, ക്ഷേത്രത്തെ ശ്രീകോവിലിനെ ചുറ്റി നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്ര കോർണറിലിരുന്ന് നമ്മുടെ ആ മൂർത്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവനെ ധ്യാനിച്ച് അരമണിക്കൂറെങ്കിലും ധ്യാനിക്കാനിരുന്നാൽ മാത്രമേ അതിൻ്റെ വൈബ് നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ നമ്മൾ ആരും അത് ചെയ്യാറില്ല. അതുകൊണ്ട് ക്ഷേത്ര ദർശനം തന്നെ വിഫലമായിപ്പോയി. എന്തെങ്കിലും ഒരു കാര്യം നടക്കാനോ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു എനിക്കത് നടക്കണം, ഇത് നടക്കണം, പക്ഷെ അവിടെ ഇരുന്ന് ധ്യാനിക്ക്, നിങ്ങളുടെ എല്ലാ കാര്യവും നടക്കും. എല്ലാ കാര്യവും നടക്കും. കുടുംബം സന്തോഷമായിട്ട് പോകും. നല്ല രീതിയിൽ സാമ്പത്തികമോ, ഞാൻ പറഞ്ഞല്ലോ വെൽത്ത്, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊന്നും ചോദിക്കണ്ട. നിങ്ങൾ ആ താന്ത്രിക് എനർജി അവിടെ ഉണ്ട്. അതാണല്ലോ ഒരു തന്ത്രി ചെയ്യേണ്ടത്. ആ എനർജി വലയത്തിൽ നമ്മൾ ധ്യാനിക്കാനിരുന്നാൽ നമ്മളിലുള്ള എല്ലാ നെഗറ്റീവും മാറി പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നു. നമുക്ക് ഓറ പോസിറ്റീവ് ആകുന്നു. അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഓറ പോസിറ്റീവായി കഴിഞ്ഞാൽ എല്ലാം നല്ലതേ നടക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശീലിക്കുക. നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ വളരെ വളരെ വിലപ്പെട്ടതാണ്. അത് അനുഷ്ഠിക്കുക, ജീവിതത്തിൽ ഉയർച്ച വരുത്തുക എല്ലാ രീതിയിലും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ, ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും അതേപോലെ സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തവർക്കും എൻ്റെ വിനീതമായ നമസ്കാരമുണ്ട് എല്ലായ്പ്പോഴും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും
നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓ നമഃ ശിവായ. നർമ്മദേ